നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഇന്ന് 35 ട്രില്യൺ ഡോളറിന്റെ കടക്കെണിയിലാണ്. 35 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 35-ന് ശേഷം 12 പൂജ്യങ്ങൾ. ഇത്രയും വലിയൊരു സംഖ്യ പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ അമേരിക്കയ്ക്ക് എന്നല്ല, ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ലോകം ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡോളർ ഇപ്പോഴും രാജാവായി തുടരുന്നത്? ഇതിന് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു കള്ളക്കളിയുണ്ട്, അല്ലെങ്കിൽ ക്രൂരതയുണ്ട്. ആ കള്ളക്കളിയുടെ അല്ലെങ്കിൽ ക്രൂരതയുടെ പേരാണ് പെട്രോ ഡോളർ. സദ്ദാം ഹുസൈന്റെ പതനവും ഗദ്ദാഫിയുടെ കൊലപാതകവും ഇറാഖ് യുദ്ധവും എല്ലാം ഈ ഒരു വാക്കിന് ചുറ്റും കറങ്ങുന്നതാണ്. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് ഈ പെട്രോ ഡോളർ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി കഴിഞ്ഞു. അമേരിക്കയുടെ അന്ത്യം കുറിക്കാൻ പോകുന്ന ആ സാമ്പത്തിക യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇത് വെറുമൊരു ചരിത്രമല്ല, വെറുമൊരു അറിവുമല്ല, നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിന്റെ മൂല്യത്തെ ബാധിക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ, പോംവഴി കണ്ടെത്താം. നമുക്കിതിന്റെ വേരുകൾ തേടി 1944 പോകണം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാറായ കാലഘട്ടം. ലോകത്തെ വൻ ശക്തികളെല്ലാം യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായി നിൽക്കുന്നു. യൂറോപ്പിലെ സമ്പദ് വ്യവസ്ഥകൾ തകർന്നു. ബ്രിട്ടീഷ് പൗണ്ടിന്റെ ആധിപത്യം അവസാനിച്ചു. ആ സമയത്ത് സുരക്ഷിതമായിരുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയായിരുന്നു. ലോകത്തെ സാമ്പത്തിക ക്രമം പുനഃസ്ഥാപിക്കാൻ 44 രാജ്യങ്ങൾ ചേർന്ന് അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സിൽ ഒത്തുകൂടി. അവിടെ വെച്ച് അമേരിക്ക ഒരു വലിയ ഓഫർ വെച്ചു. ലോകത്തെ എല്ലാ കറൻസികളെയും ഡോളറുമായി ബന്ധിപ്പിക്കുക. പകരം അമേരിക്ക ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കും. അതായത് $35 അമേരിക്കയ്ക്ക് നൽകിയാൽ പകരം 1 ഔൺസ് സ്വർണം അവർക്ക് നൽകുമെന്ന് ഗ്യാരണ്ടി. ലോകരാജ്യങ്ങൾ ഇത് വിശ്വസിച്ചു. അവർ തങ്ങളുടെ സ്വർണം അമേരിക്കയിൽ നിക്ഷേപിച്ചു. പകരം ഡോളർ കരുതൽ ശേഖരമായി വെച്ചു. അങ്ങനെ ലോക വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഡോളർ മാറി. ഡോളർ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്വർണം വാങ്ങാം എന്ന ഉറപ്പിലാണ് ലോകം മുന്നോട്ട് പോയത്. 1960-കളിൽ കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധച്ചെലവ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അമേരിക്കൻ സർക്കാർ രഹസ്യമായി വൻതോതിൽ ഡോളർ ഇങ്ങനെ അച്ചടിക്കാൻ തുടങ്ങി. പക്ഷെ അവർ അച്ചടിക്കുന്ന ഡോളറിന് ആനുപാതികമായ സ്വർണം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഈ കള്ളക്കളി ആദ്യം തിരിച്ചറിഞ്ഞത് ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗല്ലേ തന്റെ കപ്പലുകളിൽ ഡോളർ നിറച്ച് അമേരിക്കയിലേക്ക് അയച്ചു. പകരം സ്വർണം തിരികെ ആവശ്യപ്പെട്ടു. പിന്നാലെ മറ്റു രാജ്യങ്ങളും സ്വർണം ചോദിച്ചു. അങ്ങനെ തുടങ്ങിയതോടെ അമേരിക്കൻ ഖജനാവ് കാലിയാവാൻ തുടങ്ങി. തങ്ങളുടെ കയ്യിൽ സ്വർണമില്ലെന്ന് ലോകം അറിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യം തന്നെ തകരുമായിരുന്നു. അവിടെയാണ് 1971 ഓഗസ്റ്റ് 15-ന് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തിയത്. ഇനി മുതൽ ഡോളർ നൽകിയാൽ സ്വർണ്ണമൊന്നും നൽകാൻ പറ്റില്ല. ബ്രെട്ടൻ വുഡ്സ് കരാർ അമേരിക്ക ഏകപക്ഷീയമായി ലംഘിച്ചു. ലോകരാജ്യങ്ങൾ സ്വർണത്തിന് തുല്യമായി കരുതിയിരുന്ന ഡോളറൊക്കെ ഒറ്റ രാത്രി കൊണ്ട് വെറും കടലാസ് കഷ്ണമായി മാറി. ഇതിനെയാണ് സാമ്പത്തിക ചരിത്രത്തിൽ നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നത്. സ്വർണത്തിന്റെ പിൻബലമില്ലാത്ത വെറും കടലാസ് കറൻസിയായി ഡോളർ മാറി. സ്വർണവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതോടെ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു. അമേരിക്കയിൽ വലിയ പണപ്പെരുപ്പുണ്ടായി. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കൻ ബുദ്ധി കേന്ദ്രമായ ഹെൻറി കിസിഞ്ചർ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. സ്വർണത്തിന് പകരം ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു വസ്തുവിനെ ഡോളറുമായി ബന്ധിപ്പിക്കുക. അത് ക്രൂഡ് ഓയിൽ ആയിരുന്നു. 1974 അമേരിക്കൻ ട്രഷറി സെക്രട്ടറി വില്യം സൈമൺ സൗദി അറേബ്യയിലെത്തി ഒരു രഹസ്യ കരാർ ഒപ്പിട്ടു. ആ കരാറിലെ വ്യവസ്ഥകൾ ഇങ്ങനെയായിരുന്നു. സൗദി അറേബ്യ അവരുടെ എണ്ണ വിൽക്കുമ്പോൾ ഡോളറിൽ മാത്രമേ പണം സ്വീകരിക്കാവൂ. സൗദിക്ക് ഭരിക്കുന്ന ലാഭം തിരികെ അമേരിക്കൻ ബാങ്കുകളിൽ നിക്ഷേപിക്കണം. പകരം സൗദി രാജകുടുംബത്തിന് ആവശ്യമായ ആയുധങ്ങളും സൈനിക സുരക്ഷയും അമേരിക്ക നൽകും. സൗദി ഇത് അംഗീകരിച്ചതോടെ ഒപ്പക് രാജ്യങ്ങളും ഇത് പിന്തുടരാനായി നിർബന്ധിതരായി. ഇതോടെ ലോകത്തിലെ ഏത് രാജ്യത്തിനും എണ്ണ വേണമെങ്കിൽ അവരുടെ കയ്യിൽ ഡോളർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന അവസ്ഥ വന്നു. ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങളെ അമേരിക്ക തങ്ങളുടെ കറൻസിയുമായി ചങ്ങലക്കിട്ടു. ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ പെട്രോ ഡോളർ സിസ്റ്റം നിലനിർത്താൻ അമേരിക്ക എന്തും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും രാജ്യം ഡോളറിനെ ഒഴിവാക്കി എണ്ണ വ്യാപാരം നടത്താൻ ശ്രമിച്ചാൽ അമേരിക്ക അവരെ സൈനികമായി തകർക്കും. സദ്ദാം ഹുസൈൻ 2000-ൽ ഇറാഖ് തങ്ങളുടെ എണ്ണ യൂറോയിൽ വിൽക്കാനായി തീരുമാനിച്ചു. അധികം വൈകാതെ തന്നെ ഇറാഖിൽ നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന കള്ളം പറഞ്ഞ് അമേരിക്ക അവിടെ അധിനിവേശം നടത്തി സദ്ദാമിനെ തൂക്കിലേറ്റുകയായിരുന്നു. ഈ സദ്ദാം ഹുസൈൻ ആണ് ഇതിന്റെ ആദ്യത്തെ ഇര. അടുത്തത് മുഹമ്മദ് ഗദ്ദാഫിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ദിനാർ എന്ന സ്വർണ്ണാധിഷ്ഠിത കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു ഗദ്ദാഫി ചെയ്ത തെറ്റ്. അത് പെട്രോ ഡോളറിന് ഭീഷണിയാകുമെന്ന് കണ്ട അമേരിക്കയും നാറ്റോയും ചേർന്ന് ലിബിയയെ തകർത്തു. അമേരിക്കയുടെ ബോംബുകൾ വീണത് ജനാധിപത്യം കൊണ്ടുവരാനായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ കടലാസ് കറൻസിയായി ഡോളറിന്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു. അതെ, ഡോളറിന് വേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു.
ഇത്രയും കാലം അമേരിക്കയെ താങ്ങി നിർത്തിയ ഈ പെട്രോൾ ഡോളർ സിസ്റ്റം ഇപ്പൊ തകരുകയാണ്. അതാണ് ട്വിസ്റ്റ്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് സൗദി അറേബ്യയുടെ ചുവടുമാറ്റമാണ്. 50 വർഷം നീണ്ട കരാറിന് ശേഷം സൗദി അറേബ്യ ഇപ്പോൾ ചൈനയുമായി യുവാനിൽ എണ്ണക്കച്ചവടം നടത്താനായി തയ്യാറായി കഴിഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രഹരമാണ്. എണ്ണയ്ക്ക് ഡോളർ നിർബന്ധമല്ല എന്ന അവസ്ഥ വന്നാൽ ലോകരാജ്യങ്ങൾ ഡോളർ ശേഖരിക്കുന്നത് നിർത്തും. ബ്രിക്സ് രാജ്യങ്ങളുടെ വളർച്ചയാണ് രണ്ടാമത്തെ കാരണം. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചു. ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രൂപയിലാണ്. ഇത് ഡോളറിന്റെ ഡിമാൻഡ് വലിയ തോതിൽ കുറയ്ക്കുന്നു. ഡോളർ ഒരു ആയുധമായി മാറുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് റഷ്യയുടെ $300 ബില്യൺ നിക്ഷേപം അമേരിക്ക മരവിപ്പിച്ചല്ലോ. ഇത് കണ്ട് ലോകരാജ്യങ്ങളൊക്കെ ഭയന്നു. നാളെ അമേരിക്കയുമായി ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ പണവും അവർ ഇതേപോലെ തട്ടിയെടുക്കില്ലേ എന്ന ചോദ്യം ഉയർന്നു. ഇതോടെ രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷേപം ഡോളറിൽ നിന്ന് മാറ്റി സ്വർണത്തിലേക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെ സ്വർണത്തിന്റെ വിലയും കൂടി. പെട്രോ ഡോളർ നൽകിയ അമിത വിശ്വാസത്തിൽ അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം അവഗണിച്ചു. അവർക്ക് എന്ത് വേണമെങ്കിലും പണം അച്ചടിച്ച് വാങ്ങാമായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ആ കടം $35 ട്രില്യൺ വളർന്നു കഴിഞ്ഞു. ഈ കടത്തിന്റെ പലിശ അടയ്ക്കാൻ മാത്രം ഇന്ന് അമേരിക്കൻ പ്രതിരോധ ബജറ്റിനേക്കാൾ വലിയ തുകയാണ് അവർക്ക് ചിലവാകുന്നത്. ലോകരാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിക്കുമ്പോൾ വിദേശത്തുള്ള ഡോളറുകളെല്ലാം അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചുവിടും. ഇത് അമേരിക്കയിൽ നിയന്ത്രിക്കാനാവാത്ത പണപ്പെരുപ്പത്തിന് കാരണമാകും. അന്ന് ഡോളർ എന്നത് സിംബാബ്വേയിലെ കറൻസി പോലെ മൂല്യമില്ലാത്ത ഒന്നായി മാറും. ചിലരൊക്കെ വാദിക്കുന്നത് അമേരിക്കൻ ടെക് കമ്പനികൾ, അതായത് ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് ഒക്കെ അവരെ രക്ഷിക്കും എന്നാണ്. എന്നാൽ ഇവിടെയും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അതിന്റെ പ്രധാന കാരണം ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ റെയർ എർത്ത് ലോഹങ്ങളുടെ 90% വരുന്നത് ചൈനയുടെ കൈവശത്താണ്. ചൈന ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഹാർഡ്വെയർ നിർമ്മിക്കാൻ കഴിയില്ല. ഇന്ത്യയെ പോലെ ഒരു വിപണി ഇല്ലെങ്കിൽ ഈ കമ്പനികൾക്ക് നിലനിൽപ്പുമില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലേക്ക് നിക്ഷേപം വരുന്നത് നമുക്ക് തൊഴിൽ നൽകാൻ മാത്രമൊന്നുമല്ല, മറിച്ച് അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ഇന്ത്യയെ പോലെ വേഗത്തിൽ വളരുന്ന വിപണി അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇതൊരു ബിസിനസ് ഇടപാട് മാത്രമാണ്, അല്ലാതെ അമേരിക്കയുടെ ഔദാര്യമൊന്നുമല്ല. ഇന്ത്യ ഇന്ന് സ്വന്തം കറൻസിയായി രൂപയിൽ വ്യാപാരം നടത്താനായി ശ്രമിക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ്. ഡോളർ എന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ടാണ് ഇന്ത്യ ഇന്ന് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ഒരു സാമ്രാജ്യവും അതിന്റെ കറൻസിയും ശാശ്വതമല്ല. റോമൻ സാമ്രാജ്യത്തിന്റെയും സ്പാനിഷ് റിയലും ബ്രിട്ടീഷ് പൗണ്ടും എല്ലാം തങ്ങളുടെ കാലഘട്ടത്തിൽ ലോകം ഭരിച്ചിരുന്നവയാണ്. അമിതമായ യുദ്ധച്ചെലവുകളും സാമ്പത്തിക തകർച്ചയും കാരണമാണ് ഇതെല്ലാം നിലംപൊത്തിയത്. ഇന്ന് അമേരിക്കയും ഇതേ പാതയാണ് പിന്തുടർന്നു വരുന്നത്. അമേരിക്ക ഇപ്പോൾ നടത്തുന്ന അധിനിവേശങ്ങളും യുദ്ധ സാഹചര്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഡോളറിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ വെപ്രാളമാണ്. പക്ഷേ ചരിത്രത്തിന്റെ ഒഴുക്കിനെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വെറും ഒരു സാമ്പത്തിക തകർച്ചയെക്കുറിച്ചല്ല, മറിച്ച് ഒരു ലോകക്രമത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ്. ഡോളർ എന്ന കടലാസ് കോട്ട തകരുമ്പോൾ ലോകം ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് മാറും. അവിടെ സ്വർണവും സ്വന്തം ഉൽപാദന ശേഷിയുള്ള രാജ്യങ്ങൾ മാത്രമേ വിജയിക്കൂ. ഇന്ത്യ ഈ മാറ്റങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മൾട്ടി പോളാർ വേൾഡ് അല്ലെങ്കിൽ ബഹുധ്രുവ ലോകം എന്ന ആശയത്തിലേക്ക് ലോകം മാറുകയാണ്. അവിടെ അമേരിക്ക എന്ന ഏകഛത്രാധിപതിക്ക് പകരം ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന തുല്യ ശക്തികളുടെ ഒരു കൂട്ടായ്മയായിരിക്കും ലോകം ഭരിക്കുക. ചരിത്രബോധമില്ലാത്ത ആളുകൾക്ക് ഡോളർ ഇപ്പോഴും ദൈവമായിരിക്കും. പക്ഷേ പ്രായോഗിക ലോകത്ത് ഡോളർ എന്നത് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അടയാളം മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡോളറിന്റെ തകർച്ച ലോകത്തെ എങ്ങനെ ബാധിക്കും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.